ഇന്ന് ഞാനങ്ങനെ കടന്നൽ പറിക്കാൻ പോവുകയാണ്. എൻ്റെ ഇവിടെ കാട്ടിനകത്തൊരു ചെറിയൊരു കടന്നലിരിപ്പുണ്ട്. ഒരു ദിവസം എന്നെ എടുത്തിട്ട് കടിച്ചതാണ്. ഇന്ന് ആ കടന്നൽ പറിക്കാൻ പോവുകയാണ്. ഒരു കടന്നലിനെ എങ്ങനെ സാഹസികമായിട്ട് പറിച്ചെടുക്കാവുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ കണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വിട്ടുകളയാം. ഓക്കെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ കടന്നൽ പറിക്കാൻ പോവുകയാണ്. അതിൻ്റെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട്, പറഞ്ഞു തരാം. ഏകദേശം ഒരു 2 മാസം മുമ്പ് ഒരു കാട്ടിൽ ഒരിടത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ പോയപ്പോൾ അവിടെ ഒരു മരം, ഒരു ഉണങ്ങിക്കരിഞ്ഞൊരു മരം ഉണ്ടായിരുന്നേ, ചെറിയൊരു മരം. അതിൽ ചെന്ന് പിടിച്ചിട്ട് നിന്നപ്പോൾ കടന്നൽ അവിടെ തന്നെ പൊതിഞ്ഞിട്ട് കടിച്ചില്ലാണ്ടായി കളഞ്ഞു. അന്ന് പിന്നെ എൻ്റെ കഴുത്തിൽ മൊത്തം വളഞ്ഞിട്ട് കടിച്ചു കളഞ്ഞ്. പക്ഷേ കുഴപ്പമില്ല, മരുന്നൊക്കെ ഇട്ട് അതൊക്കെ സെറ്റായി. അന്നേ ഞാൻ വിചാരിച്ചതാണ് അത് മൂത്ത് പോകുമ്പോൾ മുട്ടയൊക്കെ ഇട്ട് പുതിയതൊക്കെ വിരിയുമ്പോൾ മൂത്ത് പോകുമല്ലോ, അപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വരാമെന്ന്. ഇപ്പോൾ കുറേ കാലം ആയത് കൊണ്ട് അങ്ങനെ അത് മൂത്തായിരിക്കണം. അങ്ങനെ മൂത്ത് പോയെങ്കിൽ അതിൻ്റെ കൂട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവുകയാണേ. അത് കണ്ടിട്ട് ഏകദേശം കുറേ കാലം ആയതുകൊണ്ട് ഇപ്പോഴും അതവിടെ ആ കണക്കിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. എന്തായാലും പോയി നോക്കാം. ചിലപ്പോൾ അതിപ്പോഴും അത് മൂത്ത് പോകാതെ അക്കണക്കിൽ തന്നെ ഉണ്ടാവും. അതിനേക്കാളും ഊർജ്ജസ്വലനായിട്ട് ഒരുപാട് അംഗങ്ങളൊക്കെ വളർത്തി വെച്ചിട്ടും ഉണ്ടാവും. അത് മൂത്ത് പോയെങ്കിൽ എടുത്തുകൊണ്ട് വരാം, ഇല്ലേ പോയി കാണിച്ചു തരാം. ഓക്കെ, ഞാനങ്ങനെ ഈ പോകുന്ന വഴിയിൽ വിട്ടിമരമുണ്ട്. ഒരു വിട്ടിമരം, അതിൻ്റെ സൈഡിൽ കായുണ്ടായിരുന്നു. ഇപ്പോൾ അത് പഴുത്ത് തുടങ്ങി. എന്തായാലും ഇതുവരെ വന്നെത്തിക്കാൻ എൻ്റെ പഴം കാണിച്ചു തരാം. ഇതാണ് മരം, മനോഹരം മരം. ചെറിയ മരം, വഴി സൈഡിലാണെങ്കിലും ചെറിയ മരം. അതിൽ കായ്കൾ ധാരാളമുണ്ട്. പച്ചക്കായാണ് കൂടുതലും. ഇതൊക്കെ പച്ചക്കായ. പഴമുണ്ട്. ഇതാണ് പഴം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നല്ല പഴുത്ത് നല്ല പോലെ പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത് കൊമ്പിലൊക്കെ ധാരാളം ഉണ്ട്. അതായത് പച്ചക്കായ. കുറേ പഴുത്തതൊക്കെ ഉള്ള അങ്ങ് മേലെ മണ്ടയിലോട്ടാണ്. ഈ തറയിലൊക്കെ നിൽക്കുന്നത് പഴുത്തില്ല, അതൊക്കെ പച്ചക്കായ. ഇതൊക്കെ കയ്യെത്തി പിടിക്കാൻ പറ്റുള്ളൂ. പഴുത്തത് ആ കൊമ്പിലുണ്ട്. ഇവിടെയൊക്കെ ധാരാളം കാണാവുന്നതാണ്. നേരത്തെ വന്നതിൻ്റെ അന്ന് ഇത്രയും കാടൊന്നും വളർന്നില്ലേ. ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പ്, എങ്ങ് നോക്കിയാലും പച്ചപ്പോട് പച്ചപ്പ്. പിന്നെ വയസ്സായിട്ട് തന്നെയാണ് കേട്ടോ ഇത്. വിശാലത, ആഹാ. കാട് മൊത്തം കുരുത്ത് വരുന്നുണ്ട്. ഞാനങ്ങനെ ഏകദേശം ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്താണ്. എൻ്റെ ചുറ്റിലുള്ള കാടുകളൊക്കെ കത്തിപ്പോയിട്ട് ഇപ്പോൾ കുരുത്ത് വരുന്നതാണ്. ഇവിടെയാണ് സംഭവമുള്ളത്. ഇവിടെയല്ല, ഞാനിവിടെ നിൽക്കുകയാണ്. അന്ന് ഞാൻ വന്ന സമയത്ത് ഇത് മൊത്തം കരിഞ്ഞ് കിടക്കുമായിരുന്നേ. ഇപ്പോൾ അതിൻ്റെയൊക്കെ മണ്ടയിലോട്ടൊക്കെ നോക്കിയാൽ ഇലകളൊക്കെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ത് കയറിപ്പോയിട്ട് വെന്ത് കരിഞ്ഞ എല്ലാ മരവും ഇല വിട്ടിട്ടുണ്ട്. എന്താ അതിൽ നിന്നൊക്കെ ഇല വരുന്നുണ്ട്. ഇല വരാത്തയും കുറേ ചെടികളുണ്ട്. മിക്ക മണ്ടയിൽ നിന്ന് കുരുത്ത് വരാത്തതിൻ്റെയൊക്കെ മൂട്ടിലൊന്ന് കുരുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട. അപ്പോൾ ഇവിടെയാണ് ആ സാധനമുള്ളത്. ഞാൻ കാണിച്ചു തരാം. എന്താ, ഇതാണ് മരമേ. ഒരു ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന മരം കണ്ട. ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ മരത്തിലൊന്ന് ചാരി നിന്നിട്ട്, ചെറിയ മരം ഇതുണ്ടല്ലോ, ചാരി നിന്നിട്ട് അന്ന് കുലുക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാം കൂടി ഇളവിക്കൂടി എന്നെ കടിച്ചില്ലാണ്ടായി കളഞ്ഞതാ. ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ സൂം ചെയ്യാൻ തരാമേ. ഞാൻ വിചാരിച്ച് മൂത്ത് പോയെന്ന്, ഇതുവരെ മൂത്ത് പോയിട്ടില്ല. സൂം ചെയ്യാമേ. എന്താ, ഇതാണ് കടന്നൽ. ഞാൻ പറഞ്ഞ കടന്നൽ കണ്ട. എന്നെ അന്ന് കടിച്ചില്ലാണ്ടായി കളഞ്ഞേ കടന്നൽ. ഒരുമാതിരിയെങ്കിലും കുറച്ചെങ്കിലും വ്യക്തമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഫുൾ ക്വാളിറ്റിയിൽ നിന്ന് കാണണമേ. ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എന്നെ ഇത്രയും സൂം ചെയ്ത് നോക്കിയിട്ട് കണ്ടുകൂടാ. അതായത് കാണാം, ക്വാളിറ്റി പോരാ. പക്ഷേ അതിന് ഇതിൽ കൂടുതൽ അടുത്ത് പോകാൻ പറ്റൂല. എന്നെ അത് കണ്ടാലോ അതിനെപ്പോയി അനക്കിയാലോ അത് ഇന്ന് തന്നെ കടിച്ചില്ലാണ്ടായി കളയും. ഏകദേശം 2 മാസത്തോളമായി. ഞാൻ വിചാരിച്ച് മൂത്ത് പോയി കാണുമെന്ന്. വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയത് മൂത്ത് പോയി കാണുമെന്ന്. അതിൻ്റെ ആ കൂടെടുത്തോണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്.
പക്ഷേ ഇപ്പോഴും അതിൽ ഈച്ചയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനി എടുത്തോണ്ട് പോക്ക് നടക്കില്ല. ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഞാൻ ഇപ്പുറത്തോട്ട് മാറി നിൽക്കുകയാണ്. അതിനെ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ അന്ന് തന്നെ കടന്നെടുത്തിട്ട് കടിച്ചപ്പോണ്ടല്ലോ നല്ല വാക്കിന് കിട്ടി. അന്ന് കഴുത്ത് മൊത്തം പൊതിഞ്ഞിട്ട് കടിച്ച് നല്ല നീരും കയറി. പക്ഷെ അപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഒരു തരം മരുന്നെടുത്ത് മരുന്ന് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല. മരുന്നിട്ടിട്ട് അപ്പോൾ അതങ്ങ് ശരിയായേ. അങ്ങനെ കടന്നൽ കടിക്കുന്നതിനൊരു മരുന്നുണ്ട്. എൻ്റെ പൂർവികർ പറഞ്ഞു കേട്ടൊരു മരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. അമ്മൂമ്മയൊക്കെ പറഞ്ഞൊരു മരുന്നാണ്, ഒരു തരം പ്രത്യേക. അത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കാത്തത് കൊണ്ടോ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല അതെന്താണ് മരുന്നെന്ന്. ചിലപ്പോൾ അത് ഞാനിപ്പോൾ എന്നെ നേരത്തെ തന്നെ കടിച്ചപ്പോൾ ഈ സംഭവം എടുത്ത് ചെയ്തപ്പോൾ മാറി. ഇനി ഒരു വശം കടിച്ചാൽ ചിലപ്പോൾ എടുത്തിട്ടാൽ മാറുമെന്നൊന്നും ഉറപ്പില്ല. വേറൊരാൾക്ക് എടുത്തിട്ടാലും അത് വർക്കാവുമെന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു മരുന്ന് പറഞ്ഞ് അതിപ്പോൾ കടിച്ച ഉടനെ തന്നെ ഇവിടെ ആ മരുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു വെച്ചിട്ട് ആ മരുന്ന് ചെയ്ത് അതങ്ങ് മാറി. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ശാസ്ത്രീയമായ തെളിവില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത്. ഇനി ഞാനെന്തെങ്കിലും പറഞ്ഞു തന്ന് നിങ്ങളെങ്ങാനും എടുത്തിട്ട് കടന്നേറ്റം എടുത്തിട്ട് കടിച്ച് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് മാറാതെ അതെങ്ങാനും കൂടുതലായാലോ എന്നുള്ള കാര്യം ഞാൻ എന്താ പറഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്ന് വേറെന്തോ കാര്യം പറഞ്ഞു വരാനാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഒന്നുകൂടി കാണിച്ചു തരാമോ? ഞാൻ കുറേ കൂടി ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. മിണ്ടാതെ നിൽക്കാം. പക്ഷെ ഇവിടെ നിന്ന് കാണുന്നില്ല കേട്ടാ. വെട്ടമുണ്ടല്ലോ. ഇതാണ് കടന്നൽ. ഇവിടെ ഒരുപാട് തരം കടന്നലുണ്ട്. കൂടനുണ്ട്, കൂടൻ കടന്നലുണ്ട്, വായം കടന്നലുണ്ട്, പീച്ചിയുണ്ട്. പീച്ചിയിൽ തന്നെ 2-3 തരങ്ങളുണ്ട്. ഇതൊരുമാതിരി തേങ്ങാ മുറിയുടെയൊക്കെ ഷേപ്പിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ തേങ്ങാ മുറിയൻ എന്നൊക്കെ ഇതിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ്. ശരിക്കും ഒന്നുമല്ല അതിൻ്റെ പേര്. ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാവുന്നതാണ്. ഇവിടെ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ പൂർവികർ അപ്പപ്പോൾ കണ്ട പോലത്തെ സാഹചര്യവും സമയവും സന്ദർഭമൊക്കെ വെച്ചിട്ട് അങ്ങ് പേരിടും. അങ്ങനെയാണെന്ന് തന്നെ എല്ലാ പേരും ഉണ്ടായിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഇവിടെ പേരിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇരിക്കുന്നു. അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഞാനത് എടുത്തുകൊണ്ട് പോവാനാണ് വന്നത്. അപ്പോൾ അത് മൂത്ത് പോവാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല, തിരിച്ചു പോവുകയാണ്. ഇപ്പം എല്ലാം കൂടെ ഇപ്പം എല്ലാം കൂടെ ഇളയിക്കൂടി വരികയാണെങ്കിൽ ഞാൻ ഓടിയൊന്ന് മാനം കിടക്കും. ഇതൊരു കാരമരമാണ്. കാരമരം. എൻ്റെ മണ്ടയിലൊന്നും കുരുക്കുന്നില്ല. മണ്ടയിലോട്ട് പട്ടുപോയി. പക്ഷെ മൂട്ടിൽ നിന്ന് കുരുത്ത് വരുന്നുണ്ട്. വാ, ഇതിൻ്റെയും മൂട്ടിൽ നിന്ന് കുരുത്ത് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മണ്ടയിൽ നിന്ന് കുരുക്കുന്നുണ്ടേ. ഇതൊരു കുന്നാണ്. പണ്ട് ഇവിടെയൊക്കെ മൊത്തം പുല്ലായിരുന്നു. മൊത്തം അല്ലെങ്കിലും ഒരു 80-90% വരെ ഈ കുന്ന് നിറച്ചും പുല്ലായിരുന്നു. കാടൊന്നും വേവാതെ ഇരുന്നിരുന്ന് കിടന്നാണ് മരം കയറി വളർന്നത്. പുല്ല് നശിച്ചു പോവുകയും മരം കയറി വളരുകയും ചെയ്തു. വെള്ളവും തണ്ണിയൊന്നും ഇല്ലാത്ത ഈ പോർമലയിൽ ഇവിടെ അതിസാഹസികമായ ഒരു ഇറക്കുടൽ ഉണ്ടായിരുന്നു. നല്ല വിശാലമായിട്ട് നിന്നാണ്. വെന്തപ്പോൾ അതും കൂടി വെന്ത് കരിഞ്ഞു പോയി. പക്ഷേ വേണ്ട, പുതിയതായിട്ട് കുരുത്ത് വരുന്നുണ്ട്. അത് 2 വർഷത്തിന് കുരുത്ത് വീണ്ടും പയതുപോലെ ആയിക്കോളും. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് വളരെ എതിരാണല്ല. അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങനെ ചീറ്റിയിരിക്കുകയാണ്. എടുത്തുകൊണ്ട് പോകാൻ ആ കടന്നലിൻ്റെ കൂടുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് പോകാൻ വന്നിട്ട് അത് മൂത്തില്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു പോവുകയാണ്. താഴെക്കൂടി വഴിയാണ്. എന്നാലും വഴി സൈഡിൽ കുറേ ഭാഗം ഇത് കണ്ട. ഇത് മൊത്തം കത്തിപ്പോയതാണ്. വെന്ത് കരിഞ്ഞെങ്കിലും തറയിലെ കരിയിലയും ചെറിയതൊക്കെ കരിഞ്ഞു പോയല്ലോ. കണ്ട, മരം വീണ്ടും റീസ്റ്റോറായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടതും കത്തിയ സ്ഥലമാണെന്ന് പറയൂല. ഇവിടെ നിൽക്കുന്ന ഇവിടത്ത് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊന്നും കുഴപ്പമില്ല. വിശാലം. കത്തിപ്പോയെങ്കിലും വീണ്ടും കാട് റീസ്റ്റോറായി വരുന്നുണ്ട്. പണ്ടൊക്കെ കാട്ടുതീ തടയൂ, വനം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഫോറസ്റ്റുകാർ തന്നെ ഇപ്പോൾ തീയിടുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമേ. ഇങ്ങനെ ഇവിടുത്തെ പല സ്ഥലങ്ങളും കുറച്ച് ഏരിയ കണക്കിന് തിരിച്ചവർ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിറക്കെ കത്തിച്ച് കളയും.
അങ്ങനത്തെ പരിപാടി ഫോറസ്റ്റുകാർ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്തത്. കാട്ടിന് തീ കയറാൻ പാടില്ല, തീയിടാൻ പാടില്ല എന്ന് കോരം ബാധിച്ചുകൊണ്ട് കിടന്ന് ഫോറസ്റ്റുകാർ തന്നെ എന്തിനാണോ എന്താ ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ പോട്ട്. ഇവിടെ ദാ ഒരു മരത്തിൽ വിശാലമായൊരു വായ, അതിനകത്ത് വല്ലതും ഉണ്ടാ കണ്ടുകൂടാ, ഒന്നും കാണൂല. എന്തായാലും ഞാൻ തിരിച്ച് പോവുകയാണ്. അതും കഴിഞ്ഞിട്ട് ഞാൻ വഴിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വേറൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ അവിടെ ഒരു പേയും മരവും ഉണ്ട്. അതിൻ്റെ കാര്യം ഞാൻ ഒരു ദിവസം എടുത്ത് കാണിച്ചിട്ട് വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണും. എന്നാലും അവിടെ കൂടി പോയപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാമേ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഈ പാറയോ അങ്ങനെ വന്നിട്ട് ആ പാറയോ, ഇതിലേതോ ഒരു പാറയാണ് തേമ്പാടും കല്ല്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ലേ. വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ മനസ്സിലായേനെ. ഈ പാറ അല്ലെങ്കിൽ ഈ പാറ, ഇത്തിരി വലിയ പാറ ഇതാണ്. മിക്കവാറും ഇതാണ് തേമ്പാടും കല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാൻ പണ്ട് ആരാണ്ട ഇതുവഴി പോയപ്പോൾ ഈ പാറയുടെ വായ്ക്കകത്ത് തേൻ കൂടിക്കിടന്നിട്ട് തേൻ കൂടിലൊരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ. തേൻ കൂടിക്കിടന്ന് തേൻ മുതിരുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ. ആ സൗണ്ട് ചിലപ്പോൾ കേട്ട് കാണും. അത് തേൻ പാടുന്നതാണെന്ന് ആരോ പറഞ്ഞും കാണും. അങ്ങനെ പറഞ്ഞായിരിക്കും തേമ്പാടും കല്ലെന്ന് പേര് വന്നത്. അങ്ങനെ എന്തോ സംഭവിച്ചു. പക്ഷേ തേമ്പാടും കല്ലെന്നാണ് ഇതിലെ അതൊരു കല്ലിൻ്റെ പേര്. അതുകൊണ്ട് ഈ ഏരിയനെ, ഈ സ്ഥലത്തിനെ തേമ്പാടും കല്ലെന്നാണ് പറയുന്നത്. വിശാലമായ സ്ഥലം, വളരെ വലുതല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മരുതാണ് ഇത്. വിശാലമായൊരു മരുത്. പക്ഷേ അതിൻ്റെ കറ കണ്ട, കറയെന്ന് പറയാനില്ല, ഇതിൻ്റെ അകത്തുള്ളൊരിത് കറ തന്നെ, ഒരു ദ്രാവകം ഇതുപോലെ ജെല്ല് പോലെ ഇരിക്കും. എന്തെങ്കിലും കേട് പറ്റിയാൽ അവിടെ നിന്ന് ഇങ്ങനെ ഊറി വീഴുവേ. ഒരു ജെല്ല് രൂപത്തിൽ. പ്രത്യേകിച്ച് മഴ സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ. കണ്ട, അതുപോലെ ഇവിടെ നിന്ന് ഇത് കേടായിട്ട് പൊട്ടി ഒലിച്ച് വരുന്നതാണ് അതിൻ്റെ കറ തന്നെയെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു രൂപത്തിലുള്ള ഒരു ദ്രാവകമൊന്നും പറയാനില്ല, ഒരു ജെല്ല് ടൈപ്പ് സാധനമാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിവിടുത്തെ ടവറാണ് BSNLൻ്റെ. ഇവിടുത്തെ ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, എന്നാലും ഇപ്പോഴും പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെ. അത് വലിയ ആനക്കാര്യമൊന്നുമല്ല, എന്നാലും ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നതിൽ ചെറിയ തെറ്റുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കമലകം എന്നാണ്. KAMALAKAM എന്നാണെങ്കിലും KAM കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഏൻ്റെ കുറവ്. KAMALA ആയിരുന്നു, ഇത് KAMLAKAM ആയിപ്പോയി. ചെറിയൊരു കയ്യബദ്ധം, അത്രയേ ഉള്ളൂ. അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതാണ്, പിന്നെ ഇപ്പോഴും പറഞ്ഞു. അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല, മൊത്തം ഫെൻസിങ്ങൊക്കെ ഇട്ട്. കമ്പിയിൽ തുടരുത്, വൈദ്യുത വേലി എന്നൊക്കെ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അകത്ത് കയറേണ്ട ആവശ്യമില്ല, വിശാലമായിട്ട് പറയേണ്ട. റേഞ്ച് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ടവർ ഇങ്ങനെ നിൽക്കുന്നിട്ട് റേഞ്ച് ഉണ്ട്. ഇവിടുത്തെ BSNL നെറ്റിന് സ്പീഡില്ല, അതാണ് എനിക്ക് ഇതിൽ ആകെപ്പാടൊരു പ്രശ്നമായിട്ട് തോന്നിയത്. എനിക്ക് BSNL സിമ്മുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ VIക്ക് റേഞ്ച് കിട്ടുന്നത് കൊണ്ട് ഞാൻ VI ആണ് റീചാർജ് ചെയ്തിരിക്കുന്നത്. BSNL ഉണ്ടെങ്കിലും റീചാർജ് ചെയ്തിരിക്കുന്നില്ല. റേഞ്ചില്ലാത്ത എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം, വീട് വിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ BSNL സിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. BSNL സിമ്മിന് അപ്ലോഡ് സ്പീഡില്ല, വളരെ ശോകം. പിന്നെ എനിക്ക് തോന്നിയതും എൻ്റെ ഒരു അറിവൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ സ്പീഡിന് VIക്ക് റേഞ്ച്, നല്ല റേഞ്ചുള്ള സ്ഥലമാണെങ്കിൽ VIക്ക് മാത്രമേ നല്ല സ്പീഡുള്ളതെന്നാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ കയ്യിൽ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് VIയിൽ കിട്ടുന്ന നെറ്റ് സ്പീഡ് BSNL കിട്ടുന്നില്ല. ജിയോയ്ക്ക് ആണെങ്കിൽ റേഞ്ചേ ഇല്ല, ജിയോ ഒക്കെ സിറ്റിയിലോട്ടേ കിട്ടുള്ളൂ. BSNL ഇതുപോലത്തെ വനമേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കിട്ടുള്ളൂ. പക്ഷേ VI ആണെങ്കിൽ അടിപൊളി. VIക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും റേഞ്ച് ഇപ്പോൾ എനിക്കിവിടെ കിട്ടുന്നുള്ളൂ. റേഞ്ചല്ല, സ്പീഡ്. ഒരു 4ൻ്റെ മുകളിലുണ്ട് സോളാറിൻ്റെ പുറത്തേക്ക് കിടക്കുന്നത്. അപ്പനെങ്ങാനും വരികയാണെങ്കിൽ എൻ്റെ തലയിൽ നിന്ന് വെട്ടിയെടുക്കും. പേര് വെച്ച് ഇറങ്ങിപ്പോ ചെയ്യോ മാനാങ്കിൽ. അതിനെ സാഹസികമായി ഓട്ടിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ പരിപാടി ഫ്ലോപ്പായ സ്ഥിതിക്ക് തിരിച്ചങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഇത്രയും നേരം ഞാൻ നിങ്ങളെ എടുത്ത് വെറുപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിച്ചേ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വിശാലമായിട്ട് ചെയ്യുമ്പോൾ കാണാമേ.